ഇഷ്ടംപോലെ പെണ്ണുങ്ങൾ സൈക്കിളിൽ വരിവരിയായിട്ട് ജാഥ പോലെ എവിടത്തേക്കോ പോകുന്നുണ്ട്. താഴേല് മറ്റേ ഗ്രൗണ്ട് പോലെ മുകളിൽ അവർ താമസിക്കുന്നത്. ഇങ്ങനെയാട്ടോ ഇവിടുത്തെ വീടൊക്കെ. ചിക്കൻ വേണ്ടിയതാ ഇയാളാട്ടോ. आपका नाम क्या बोल दिया? युवराज भंडारी. युवराज. ഈ പുള്ളി നമുക്കൊരു സ്ഥലത്ത് ടെന്റ് അടിക്കാനുള്ള സാധനം സെറ്റ് ആക്കി തന്നു കേട്ടോ. പാവം കൊറേ കഷ്ടം കേട്ടോ. സീന് എന്താല്ലേ ഉണ്ടാക്കി കഴിച്ച് അങ്ങനെയാണ് ഇവിടെ നിന്നത്. ഇതുണ്ടോ ഇതെങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മുള ഇങ്ങനെ വെച്ചിട്ട് മുളേന്റെ മോള് മഡിട്ടതാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് നമ്മളിപ്പോ ഒരു കൊടുങ്കാട്ടിലാട്ടോ നിൽക്കുന്നത്. വലിയൊരു കാടാണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതാ കുരങ്ങന്മാരൊക്കെ കൂട്ടം കൂട്ടമായിട്ട് പോകുന്നതുണ്ടോ. എങ്ങോട്ടേക്കാണെന്ന് അറിയില്ല. ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മൾ എങ്ങോട്ടേക്കാണ് വന്നേന്ന് അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങോട്ടേക്കാണ് വന്നതെന്നൊക്കെ അറിയണമെങ്കിൽ ലാസ്റ്റ് വീഡിയോ നിങ്ങൾ പോയി കാണുക. അപ്പോൾ ഇതൊരു പുതിയൊരു വീഡിയോ ആണ്. പുതിയ കാഴ്ചകളേക്ക് കാണാൻ പോകുന്നത്, പുതിയ ഗ്രാമങ്ങളിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് തുടങ്ങാം. വണ്ടികളൊക്കെ കണ്ടോ കത്തിച്ച് വിടുന്ന നല്ല അടിപൊളി റോഡാട്ടോ. കുറേ കുരങ്ങന്മാർ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങോട്ടേക്കോ. അതുപോലെ ഇതാ കുഞ്ഞു കുരങ്ങൊക്കെ കണ്ടോ, കുഞ്ഞു കുരങ്ങൊക്കെ ഉണ്ട്. നടന്ന് പോവാട്ടോ എങ്ങോട്ടേക്കോ. ഇതാ 5 വീട് ഉണ്ട്. നമ്മൾ ഇവിടെ പാർക്ക് ചെയ്താണ് സൈക്കിള്. ഇനി ഇവിടുന്ന് നേരെ നമ്മൾ അടുത്ത ഗ്രാമത്തിലേക്കല്ല, ഒരു ടൗൺ ഉണ്ട്, അത് അവിടത്തേക്ക് പോയിട്ട് കുറച്ച് നിന്നിട്ട് പോകല്ലേ. ഇവിടെ വെറും കാടാട്ടോ, ഫുൾ കാട്ടിൽ കൂടിയാണ് നമ്മൾ യാത്ര. എത്ര കിലോമീറ്റർ ആയി നോക്കാൻ വേണ്ടിയിട്ട് നെറ്റ് പോലും ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. കാണിക്കുന്നത്, അതാണ് നമ്മൾ എന്ന് പറഞ്ഞത്. നെറ്റ്വർക്കിൻ്റെ ടവർ ആണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് LTE ഉള്ളിടത്തേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇവിടെ നേരെയുള്ള റോഡ് തന്നെയാണ് കേട്ടോ. കൂട്ടം കൂട്ടമായിട്ട് സൈക്കിളിൽ പെണ്ണുങ്ങൾ പോകുന്നുണ്ടോ. ലോറി വന്നതിൻ്റെ കേട്ടോ ഇടയ്ക്ക്. ഇത് എങ്ങോട്ടേക്കാണെന്ന് അറിയില്ല, കുറേ പേര് പോകുന്നുണ്ട് അല്ലേ. ഇഷ്ടംപോലെ പെണ്ണുങ്ങൾ സൈക്കിളിൽ വരിവരിയായിട്ട് ജാഥ പോലെ എവിടത്തേക്കോ പോകുന്നുണ്ട്. എങ്ങോട്ടേക്കാണെന്ന് അറിയില്ല. ഇവരൊക്കെ വീട്ടിലേക്ക് പോവാട്ടോ, ഇവരെ ഗ്രാമത്തിലേക്ക് പോവാണ്. ഇതിൻ്റെ ഉള്ളിലോട്ടാട്ടോ ഇവരെ ഗ്രാമമൊക്കെ. ഇവരെവിടെയോ പണിയും കഴിഞ്ഞിട്ട് വരികയാണ്. രാവിലെ തന്നെ പണിക്ക് പോയതാന്ന് തോന്നുന്നു. കുറേ പേരുണ്ട്. പുള്ളിയാന്ന് തോന്നുന്നു കൊണ്ടുവരുന്നത്, മെയിൻ ആളാന്ന് തോന്നുന്നുണ്ട്. ബാക്കി ബേക്കുന്ന കുറേ പെണ്ണുങ്ങളുണ്ടായിരുന്നു. നമ്മൾ ശരിക്കും കാണുന്നൊരു ഈ കാടില്ലേ, ഈ കാട് നമുക്ക് പുറത്തുനിന്നൊരു കാടാണ്. പക്ഷെ കാടിൻ്റെ ഉള്ളിൽ കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അതായത് ഇതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ചെറിയ ചെറിയ വഴിയൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഒന്നും കാണുന്നില്ല. ആ വഴിൻ്റെ ഉള്ളിൽ കൂടി തന്നെ ആൾക്കാർ നേരത്തെ കാണിച്ച പോലെ സൈക്കിളിലൊക്കെ പോകുന്നുണ്ട്. കുറേ ഗ്രാമങ്ങളുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിലായിട്ട്. ശരിക്കും പുറത്തൊക്കെ ആനയും ഇതൊക്കെയുള്ള കാടാണ്. പക്ഷെ അവിടെ ട്രൈബ്സ് ഇഷ്ടംപോലെ താമസിക്കുന്നുണ്ട്. ആ ഒരു വഴി ഉണ്ടോ, അതൊക്കെ ഈ ഗ്രാമത്തിലേക്കുള്ള വഴി കേട്ടോ. ശരിക്കും നോക്കിയൊക്കെ പുറത്തുനിന്ന് നോക്കുമ്പോൾ വലിയൊരു കാടാണ്. അവിടെയാണ് കേട്ടോ ആ ഒരു വഴിയുള്ളത്. സൈക്കിളൊക്കെ കൊണ്ട് പോയിട്ടാണ് അങ്ങനത്തെ ഒരു വഴിയൊക്കെ അവിടെ വന്നത്. ഇവിടെയൊക്കെ പണ്ട് വഴി ഉണ്ടായിരുന്നു തോന്നുന്നു. ഈ കാട്ടിനുള്ളിലൊക്കെ വഴി ഉണ്ട് കേട്ടോ. ശരിക്കും ഇത് മാവാണല്ലോ. അയ്യോ, മാവിൻ്റെ പ്ലാന്റ് ആട്ടോ ഇത്. കാട്ടിൽ നിന്നും നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഞങ്ങൾ. കാട് കഴിഞ്ഞ് നാട്ടിലേക്ക് എത്തി കേട്ടോ. വീടുകളൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇതൊരു സിറ്റി ആട്ടോ, ബീഹാറിനോട് ചേർന്നിട്ടുള്ള ഒരു സിറ്റിയാണിത്. പഞ്ഞുമിട്ടായൊക്കെ കണ്ടോന്നെ. ഇവിടുന്ന് റൈറ്റിലോട്ട് പോയിട്ടുണ്ടെങ്കിലും നമുക്ക് ബോർഡർ എത്താൻ പറ്റും, ഇന്ത്യ നേപ്പാൾ ബോർഡറിൽ എത്താൻ പറ്റും. ഈ റൈറ്റിൽ കാണുന്ന റോഡില്ല, അത് പോയിട്ടുണ്ടെങ്കിൽ ബീഹാറിലുള്ള ബോർഡർ എത്തും. വലിയൊരു സിറ്റിയാണ് ഇത്. ശരിക്കും വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തൊരു ജില്ലയിലേക്കാട്ടോ നമ്മൾ കയറിയത്. ഇത് വേറൊരു ജില്ലയാണ്, അതുകൊണ്ടാണ് ഇത്രയും തിരക്കൊക്കെ കാണുന്നത്. നമ്മുടെ ഹെത്തൗഡ ഇല്ലേ, ഹെത്തൗഡ പോലത്തെ ഒരു ജില്ലയാണിത്. ഫുള്ള് തിരക്കാട്ടോ ഇവിടെ. എത്ര ആൾക്കാരാ. വീണ്ടും ഞങ്ങൾ കാട്ടിലേക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഓട്ടോ ഒക്കെ നോക്കിക്കേ, ചെറിയ ഓട്ടോ അല്ലേ. പിന്നെയും കാടാട്ടോ, 11 കിലോമീറ്റർ കാടാണ്. അതിന് ശേഷമാണ് ഇനി അടുത്ത ഒരു നഗരം എത്തുള്ളൂ. അതുവരെ ഇങ്ങനെ പോകണം ഞങ്ങൾ. കാട് 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 കാണിച്ച് കാട് കണ്ട് നിങ്ങൾ മടുത്തിട്ടുണ്ടാവും. അതാണ് ഞാൻ വീഡിയോസ് ഒന്നും കാടിൻ്റെ ഒന്നും എടുക്കാത്തത്. ഈ ഘോര വനത്തിലൂടെ പൊക്കോണ്ടിരിക്കുമ്പോൾ കണ്ടോ കേട്ടോ, ഫുൾ ആടുകൾ അതിൻ്റെ ഉള്ളിലായിട്ട് കണ്ടോ. കുറേ ആടുകളൊക്കെ ഉണ്ടോ അവിടെയൊക്കെ. ശരിക്കും ഇവിടുത്തെ ഗ്രാമക്കാർ ആടുകളൊക്കെ കൂടിയിട്ട് മേയ്ക്കാൻ വന്ന കേട്ടോ. ഇത് അവിടെ ഉണ്ട് ആൾക്കാർ. ഘോര വനത്തിലാണ്. അതുപോലെ ഇവർ മരമൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ചെറിയ ചെറിയ ഈ ഉണക്ക വിറകും പിന്നെ ആടിന് വേണ്ടി സാധനങ്ങളൊക്കെയാണ് കൊണ്ടുപോകുന്നത്, വേറൊന്നുമില്ല. ഇതൊന്ന് കണ്ടപ്പോൾ കാണിച്ചു തരണമെന്ന് തോന്നി. കാട്ടിൻ്റെ ഉള്ളിൽ തന്നെയുള്ള സൈഡിൽ തന്നെയുള്ള സ്ഥലമാട്ടോ. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഗ്രാമങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതാ ആ ഒരു വഴിയൊക്കെ പോകുന്നത് ഗ്രാമത്തിലേക്കാണ്. ഇങ്ങനെ കുറേ വഴികളൊക്കെ ഉണ്ട് ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ടൊക്കെ. ഇതുണ്ടോ കാട്ടിൽ നിന്ന് വിറകൊക്കെ ശേഖരിച്ചിട്ട് വണ്ടിയിലൊക്കെ കയറ്റി കൊണ്ടുവന്നേ.
കൊടുങ്കാടാട്ടോ. ഈ കാണുന്ന വണ്ടി മുഴുവനും ഇതേപോലെ മരങ്ങളൊക്കെ കയറ്റിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാട്ടോ നിർത്തിയിരിക്കുന്നത്. വീടൊക്കെ നോക്കിക്കേ, താഴേല് മറ്റേ ഗ്രൗണ്ട് പോലെ മുകളിൽ അവർ താമസിക്കുന്നത്. ഇങ്ങനെയാട്ടോ ഇവിടുത്തെ വീടൊക്കെ, പഴയ കാലത്തെ വീടൊക്കെ ഉള്ളത് ഇതാ ഇവിടെയൊക്കെ ഉണ്ട്. ശരിക്കും നമ്മൾ ഒരു സിറ്റിയുടെ സ്റ്റാർട്ടിങ് പോയിന്റ് ആട്ടോ, കാട് കഴിഞ്ഞ വാർത്തനുള്ളൊരു സ്ഥലമാണിത്. അവിടെ ആട്ടോ ഈ ഒരു ഗ്രാമങ്ങളുള്ളത്. ചെറിയൊരു ഗ്രാമമാണ്. നോക്കിയേ, അവരെ കൃഷിക്കായിട്ട് പശുവിനെയൊക്കെ വെച്ചിട്ടുണ്ട്. പാലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാന്ന് തോന്നുന്നുണ്ട്. ബേക്കിൽ വലിയ വീടൊക്കെ എടുക്കുന്നുണ്ട്, പക്ഷെ മുമ്പിലൊക്കെ പഴയ വീടാണ്. ഇപ്പോൾ ആൾത്താമസമുള്ള വീടാണ് ഇതൊക്കെ. അതാണ് ആശ്ചര്യപ്പെടുത്തുന്നത്. ഇതാ ഇവിടെയൊക്കെ കണ്ടോ മരത്തിനെ കൊണ്ടുള്ള വീടൊക്കെ. പിന്നെ അവരെ കൃഷിപ്പാടുണ്ട് സൈഡിലൊക്കെ ആയിട്ട്. ഇതാ ഇവിടുത്തെ ആൾക്കാരാട്ടോ സൈക്കിളിൽ പോകുന്നത്, ചെറിയ പിള്ളേർ. ഇവിടെയൊക്കെ സൈക്കിളൊക്കെ സുലഭമാണ്, പക്ഷേ നല്ല പൈസ ആട്ടോ ഇവിടുത്തെ ആൾക്കാരത്. നല്ല പൈസ വേണം ഇവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സിറ്റീൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. ഇനി സ്റ്റാർട്ടിങ് ഇങ്ങനെയാണെങ്കിൽ സിറ്റിയിൽ വലിയ സിറ്റി ആയിരിക്കും. കണ്ടോ വലിയൊരു ബ്രിഡ്ജിൽ കൂടെ ആട്ടോ പോകുന്നത്. ഇവിടെ ഒരു ഡാം പോലത്തെ ഒക്കെ ഉണ്ട്, പക്ഷേ വെള്ളം ഇപ്പുറത്തേക്കില്ല. അവിടെ ഡാമിൻ്റെ അകത്ത് വെള്ളം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. നോക്കിയേ, ഡാമിൻ്റെ അകത്ത് വെള്ളം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇപ്പുറത്തേക്കൊന്നും വെള്ളമില്ല. ചെറിയൊരു പാലാണ്, ചെറിയ റോഡും. ഒരു 2 വണ്ടി 2 ട്രക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് പോകാൻ പറ്റൂല. ഒരു ട്രക്കിനൊക്കെ പോകാൻ പറ്റുള്ളൂ. നേരത്തെ കണ്ട വീടുകളൊക്കെ മാറിയിട്ട് ഫുള്ള് മാറി കേട്ടോ. ഇപ്പം ബിൽഡിങ്ങുകളാട്ടോ, വലിയ വലിയ ബിൽഡിങ്ങുകളാണ്. ചെറിയ വീടുകളൊക്കെ വളരെ റെയറാണ്. എല്ലാ സ്ഥലത്തും വലിയ വലിയ വീടുകളാട്ടോ കാണുന്നത്. ബിൽഡിങ്ങുകളാണ്, വീടുകളെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഉള്ളിലോട്ടൊക്കെ ചെറിയ വീടുകളും കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമ്മൾ നേരത്തെ കണ്ടങ്ങനെ പഴയ ടൈപ്പൊന്നും കാണുന്നില്ല. എല്ലാം അത്യാവശ്യം പുതിയൊരു ടൈപ്പ് തന്നെയാണ് കേട്ടോ. ഇവിടെ കൃഷിയിടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, വീടുകൾ മാത്രമല്ല. നേരത്തെ കണ്ട ഒരു ടൗണ് മാത്രമേ ഉള്ളൂ, സിറ്റി എന്ന് പറയാനൊന്നും ഇല്ലായിരുന്നു. കടുക് തോട്ടാട്ടോ ഇത്. അതിൻ്റെ ബേക്കിൽ കരിമ്പ് തോട്ടാണ് നമ്മൾ കാണുന്നത് അങ്ങ് ദൂരെയായിട്ട്. ഇത് സ്കൂളാട്ടോ, ഏതൊരു സ്കൂളാണ് കാണുന്നത്. അതുപോലെ ഇവിടെയൊക്കെ വയലുകളാട്ടോ, കുറേ കൃഷിയിടങ്ങൾ. ഇവരെ ഇപ്പോൾ ചോളമൊക്കെ കൃഷി ചെയ്യാൻ വേണ്ടി ഇട്ടതാട്ടോ ഇത് കാണുന്നത്. ഇവിടുത്തെ വീടാണെങ്കിലും ഇങ്ങനെ വിട്ടൊക്കെയാണ് വീടൊക്കെ ഉള്ളത്. ഉള്ളിലൊക്കെ ഗ്രാമങ്ങളുണ്ട്. നമ്മൾ ഈ മെയിൻ ഹൈവേ കൂടെ തന്നെയാണ് പോകുന്നത്. ഇന്നലെ പോയ പോലെ ഏതെങ്കിലുമൊക്കെ ഉൾവഴിക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കുറേ ഗ്രാമങ്ങളിലൊക്കെ നമുക്ക് എത്തിപ്പെടാൻ പറ്റും. വീണ്ടും നമ്മൾ ഗ്രാമങ്ങൾ പോലത്തെ സ്ഥലങ്ങൾ എത്തിയിട്ടുണ്ട്. നോക്കിയാൽ കൃഷിയായിട്ട് നമ്മളെ കരിമ്പിൻ്റെ കൃഷിയാണ് ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നത്. അങ്ങനെയൊക്കെയുണ്ട് കേട്ടോ. നമ്മൾ ടെൻ്റ് അടിക്കാൻ എവിടെയെങ്കിലും സ്ഥലം നോക്കാൻ കൊണ്ടിരിക്കുക കേട്ടോ. ഇങ്ങനെ ചെറിയ വീടുകളൊക്കെ പണ്ട് കണ്ട അതേ ടൈപ്പ് വീടുകളൊക്കെ വീണ്ടും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ സെറ്റിലാവണോ ഇന്ന് രാത്രിത്തേക്ക്. 4:30 കഴിഞ്ഞ് ഇവിടെ കുറേ നേരം ചവിട്ടുന്നത്. 5-ന് തീരെ വയ്യ, തലവേദനയൊക്കെയാണ്. അപ്പോൾ നേരത്തെ തന്നെ എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചതാണ്. ഇപ്പോൾ സിറ്റി പോലത്തെ ഒരു സ്ഥലത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു മാർക്കറ്റായിട്ട് ഇവിടെ കോളിഫ്ലവർ, പച്ചക്കറീൻ്റെ ഒക്കെ. കോളിഫ്ലവറാണ് കൂടുതൽ. ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ സ്ഥലത്ത് ഉണ്ടാവുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ മാർക്കറ്റിൽ കൊണ്ടുവന്നാണ്. ഇതൊരു സിറ്റി പോലത്തെ ടൗണിലെത്തിയിട്ടുണ്ട്. ഫുള്ളിത് ഹോട്ടലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഈ വഴിക്ക് കുറേ ഹോട്ടലൊക്കെ ഉണ്ട് ഇവിടെ. ഈ പുള്ളി നമുക്കൊരു സ്ഥലത്ത് ടെൻ്റ് അടിക്കാനുള്ള സാധനം സെറ്റാക്കി തന്നു കേട്ടോ. പാവണ്ട, കുറേ കഷ്ടപ്പെട്ട് കുറേ സ്ഥലത്ത് ചോദിച്ചിട്ടാണ് റെഡിയാക്കിയത്. ഈ പുള്ളി നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി വരിക കേട്ടോ. നമുക്കങ്ങനെ ടെൻ്റ് അടിക്കാനുള്ള സ്ഥലം കിട്ടിയിട്ടോ. 5 ക്ഷീണിച്ച് ചത്ത് കിടക്കാം കേട്ടോ, വയ്യാഞ്ഞിട്ട്. നമ്മളൊരു അമ്പലത്തിലാണുള്ളത്. ഇവിടെ ആരും വരില്ല, പൂട്ടിയിട്ടൊരു അമ്പലമാണ് കേട്ടോ. അപ്പോൾ ഈ പുള്ളിയാട്ടോ നമുക്ക് കാണിച്ചു തന്നത് ഇങ്ങോട്ടേക്കുള്ള സ്ഥലമൊക്കെ. ഇവിടെ പുള്ളിയാണ് നമുക്ക് ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്നൊക്കെ കാണിച്ചു തന്ന് കോളൊക്കെ ചെയ്ത്, കുറേ ആൾക്കാരെ കോളൊക്കെ ചെയ്തിട്ടാണ് ഇവിടുന്ന് റൂം സെറ്റാക്കി തന്നത്. നമുക്ക് ഉള്ളിൽ ടെൻ്റ് അടിക്കാനാണ്, വേറൊന്നുമല്ല. നമ്മളെ ടെൻ്റ് അടിക്കാൻ സഹായിച്ച ആളെ വീട്ടിലല്ലേ ഉള്ളത്? പുള്ളിയുടെ വീട്ടിലാട്ടോ. ചോറൊക്കെ പുള്ളി നമുക്കായിട്ട് ഓഫർ ചെയ്ത്, ചോറും അതുപോലെ തന്നെ ഇത് കണ്ടോ കോളിഫ്ലവറാണ്. ഇതൊരു അച്ചാറാണ്, അച്ചാറെന്നാണ് പറയുക ഇവർ. ആ ഒരു ടൈപ്പ് സാധനം കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫുഡൊക്കെ. ദാല് കറി, ചോറ്, കോളിഫ്ലവർ, പിന്നെ ഒരു അച്ചാർ, അതൊക്കെയാണുള്ളത്. 5 സന്തോഷമായോ? ഇനി വേറെന്തോ സാധനം കൂടി ഉണ്ടെന്ന് തോന്നുന്നു. അകത്തുനിന്ന് വരുന്നുണ്ട്, നോക്കി നോക്കാം. എന്നാലും ഇന്ന് കുശാലായി അല്ലേ? ഫുൾ മൂൺ ഡേ ആണോ? ഓ, ഇന്ന് ഫുൾ മൂൺ ഡേ ആട്ടോ. അതാ ആകാശത്ത് നമുക്ക് കാണാൻ പറ്റും. ഇതാട്ടോ സാധനം, ചിക്കൻ വേണ്ടിയതാ. ഇയാളാട്ടോ. ഹായ്, आपका नाम क्या बोल दिया? യുവരാജ് ഭണ്ഡാരി. ഇതാട്ടോ പുള്ളിയുടെ സ്ഥലമാണ്. പുള്ളിയാണ് നമ്മളെ വിളിച്ചിട്ട് കൊണ്ടുവന്നത്. റാഡിഷ് കൊണ്ട് തിന്നാനായിട്ട്. അടിപൊളി.
ഞങ്ങൾ രാവിലെ തന്നെ പുള്ളി കൂട്ടിക്കൊണ്ടതാണ് കേട്ടോ. പുള്ളിയുടെ വീട്ടിലെ അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ രാവിലെ തന്നെ കൂട്ടിക്കൊണ്ടതാണ്. ഇതാ യുവരാജ് പയ്യ അവിടെ ഉണ്ട് കേട്ടോ. പുള്ളിയുടെ വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. ഇന്നലെ രാത്രി ഫുഡ് കഴിച്ച സ്ഥലമല്ലേ, അവിടത്തേക്ക് മൂപ്പര് പിന്നെയും കൂട്ടിക്കൊണ്ട് വന്ന് നമുക്ക് അവിടെ സെറ്റാക്കി തന്ന ആടെ വീട്. ഇത് അവിടുത്തെ ഒരു ആളാട്ടോ, മറ്റേ മന്ദിറിൻ്റെ ഒരാളാണ്. ഇവിടെയാണ് നമ്മൾ ഇന്നലെ വന്നിരുന്നത്. അപ്പോൾ അവിടത്തേക്ക് തന്നെ തിരിച്ച് വന്നിട്ടുണ്ട്. സൈക്കിളുണ്ടോ എല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. 9 മണിയായി. പക്ഷേ ഇന്നത്തെ ക്ലൈമറ്റ് വേറൊരു ടൈപ്പാട്ടോ. അപ്പോൾ ഇതൊരു ക്യാ ഫെസ്റ്റിവൽ ഹോ ജാ രേ? मैगी फेस्टिवल। हाँ अभी पूरा लोग को ഓക്കെ. പുള്ളി ഇവിടുത്തെ ഒരു ഫെസ്റ്റിവൽ ഉണ്ട് ഇന്നാട്ടോ. ഈ ഫെസ്റ്റിവൽ മാഗി എന്ന് പറയും. അതായത് ഇവിടുത്തെ ഒരു ട്രൈബൽ ഗ്രൂപ്പ് ഉണ്ട്, അവരുടേതായിട്ടുള്ളൊരു ഫെസ്റ്റിവലാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തണുപ്പ് കാലമല്ലേ, അപ്പോൾ തണുപ്പ് കാലം മാറിയിട്ട് ചൂട് കാലം വരാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത്. രാത്രി ആയിട്ടുണ്ടെങ്കിൽ എല്ലാ സാധനവും ഇട്ടിട്ട് തീയൊക്കെ ഇട്ടിട്ട് ആഘോഷിക്കും. എല്ലാ വീടുകളിലും ഒക്കെ ആയിട്ട് പുറത്ത് റോഡിന് സൈഡിലൊക്കെ ആയിട്ട് ഉണ്ടാവും. നമുക്ക് ഇന്ന് ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും. അപ്പോൾ അതാണ് ഈ ഫെസ്റ്റിവലിൻ്റെ ഒരു ഇത്. അതുപോലെ കോടൊന്നും പോയിട്ടില്ല. മോള് കണ്ട സൂര്യനാട്ടോ അത്. നമ്മുടെ ക്ലൈമറ്റ് പിന്നെയും മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ആൾക്കാരല്ലേ. ഇവരെ ഫെസ്റ്റിവലിന് കൊടുക്കുന്ന സാധനം കേട്ടോ ഈ ഒരു എള്ളുണ്ടയില്ലേ, തരൂ എന്നാണ് ഇവർ പറയുന്നത്. നമ്മൾ എള്ളുണ്ട, ഈ എള്ളുണ്ടയും പിന്നെ ഗ്രൗണ്ട് നട്ട് എന്ന് പറഞ്ഞ സാധനം കൂടി ഉണ്ട്. അതും കൂടിയിട്ടാണ് ഇവർ ഫെസ്റ്റിവലിന് ഓരോ സ്ഥലത്തായിട്ട് കിട്ടുന്നത്. ഇത് കഴിച്ചു നോക്കട്ടെ ഞാൻ. നമ്മളെ നാട്ടിലെ എള്ളുള്ളുണ്ട് കണ്ടോ. ഇന്നും നമുക്ക് എന്താ ഉള്ളത്? രാവിലെ കേട്ടോ 9:30 ചോറും ഡാല് കറിയും പിന്നെ ഇത് ഉരുളക്കിഴങ്ങും പിന്നെ ഗ്രീൻ പീസും കൂടി മിക്സ് ആയിട്ടുള്ളൊരു സാധനം കേട്ടോ. ഇത് നമ്മൾ ഇന്നലെ തന്നെ കോളിഫ്ലവർ, പിന്നെ ഇവിടുത്തെ മെയിനായിട്ട് കിട്ടുന്ന സാധനമാണ് ഈ ഇലേൻ്റെ സബ്ജി, അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കിയത്. സന്തോഷമായോ? ഹാപ്പി ആയോ? പുള്ളിയുടെ കേട്ടോ യുവരാജ് നമ്മളെ. നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ കേട്ടോ പോവാൻ നിൽക്കുകയാണ്. ഇതാ ബയ്യുണ്ട്, അവരെ വൈഫ് കേട്ടോ. आपका नाम क्या बोलती है? ഷർമില യുവരാജ് നാട്ടോ. രണ്ടുപേരും പേര്. ഇവരെ മകള് വേറെ സ്ഥലത്താണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കാണാൻ പറ്റിയില്ല. അവർ കൊണ്ടുപോയി തിരിച്ചു വരുന്ന വയ്യാലേ നമ്മൾ കണ്ടത്. അവർ ഇന്നലെ आपका लड़की को कल उधर ही जाने के टाइम हमको देखा बेटी का. അപ്പോൾ ആ സമയത്താട്ടോ നമ്മൾ കണ്ടത്. അപ്പോഴാണ് നമ്മൾ കണ്ടിട്ട് ഇങ്ങോട്ടേക്കൊക്കെ കൊണ്ടുവന്നല്ലേ. നല്ല ആൾക്കാരായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ ഇവരോട് തന്നെ നമ്മൾ എല്ലാം ഫുഡൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. രാത്രി ഇന്ന് രാവിലെയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ആൾക്കാരാട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മളെ ക്ലൈമറ്റ് കുറച്ച് റെഡി ആയി വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് പോകാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പം നമ്മൾ പോവാ അല്ലേ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു सो मच. हम अच्छा से गाया रात में, सुबह से पेट फुल हो गया. थैंक यू सो मच भैया. हम नहीं എന്താ പറയാ, हाँ आपको पूरा टाइम मेमोरी में है हमारा. थैंक यू सो मच. जा रहे बाय. ഇന്ന് ഭയങ്കര തണുപ്പാട്ടോ, ഈ ഒരു രക്ഷയില്ല. 10 മണി കഴിഞ്ഞ് 10:30 10:30ക്കാണ് ഈ ഒരു ക്ലൈമറ്റ് നിങ്ങൾ കാണുന്നത്. കോട പോലും പോയിട്ടില്ല. അതും ഈ നമ്മൾക്കിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്ന 150 മീറ്റർ ഹൈറ്റിലൊക്കെ കേട്ടോ. ആ ഒരു സമയത്താണ് ഈ ഒരു ക്ലൈമറ്റ് ഉള്ളത്. ഈ 5 തേക്കുന്ന സൈക്കിൾ ചവിട്ടി വന്നുകൊണ്ടിരിക്കുക. തണുത്തിട്ട് വയ്യ കേട്ടോ. ഞങ്ങൾ ഈ സ്വെറ്ററൊക്കെ ഇട്ടിട്ടാണ് ചവിട്ടുന്നത്. എന്നിട്ട് നല്ല തണുപ്പാണ്. എന്ത് പറ്റി അഞ്ജുന്? 10:30ക്കാണ് ഈ ഒരു ക്ലൈമറ്റ്. ഈ എന്താലേ ഇന്ന് മറ്റേ മാഗി എന്ന് പറഞ്ഞ ഫെസ്റ്റിവലാണ്. അതാട്ടോ നമുക്ക് അവിടുന്ന് മാഗി എന്ന് പറഞ്ഞ ഫെസ്റ്റിവലാട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എന്താന്നൊക്കെ, എങ്ങനെയാണ് ഈ ഫെസ്റ്റിവൽ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഫെസ്റ്റിവൽ ആയതുകൊണ്ട് തന്നെ ഇന്ന് കുറേ ലീവൊക്കെ ഉണ്ട്. പക്ഷേ കടകളൊക്കെ ഓപ്പൺ ആയിട്ടാണുള്ളത്. കുറേ എല്ലാ കടകളും ഓപ്പൺ ആണ് അല്ലേ. ചില കടകൾ അത് അങ്ങനത്തെ കടകൾ IME എന്ന് പറഞ്ഞിട്ടുള്ള കടകൾ, അത് എന്തിനാണെന്ന് പോലും അറിയില്ല. ഇന്നലെ ഞങ്ങൾ പൈസ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്ന് ചോദിച്ചിട്ട് പോലും അവരെന്തിനാ തുറന്നു വെച്ചതെന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു കടയാട്ടോ IME എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ ഇതാ നമ്മളെ ബെഡില്ലേ, ബെഡിൻ്റെ ടൈപ്പ് സാധനങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നുണ്ടോ. ഇത് വലിയൊരു ടൗണാണ്. ആ ടൗണിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എന്താ സ്ഥലത്തിൻ്റെ പേരെന്തേലും പറഞ്ഞേ? സലോഹി എന്ന് പറഞ്ഞൊരു സ്ഥലത്താട്ടോ ഉള്ളത്. ഇവിടെ നിന്നാണ് ഈ കാഴ്ച കാണുന്നത് നമ്മൾ. എന്താലേ, എങ്ങനെയുണ്ട്? അവര് പാവങ്ങളില്ലേ, നമുക്ക് ഫുഡൊക്കെ തന്നെ. ഇന്നലൊക്കെ നമുക്ക് ഫുഡ് ഉണ്ടാക്കി തന്നാണ്, ഇന്നും ഫുഡ് ഉണ്ടാക്കി തന്ന. അഞ്ജുനെ കണ്ട മാസ്ക് ഒക്കെ ഇട്ടിട്ട് ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ടാണ്. നല്ല തണുപ്പാട്ടോ, തണുപ്പത്താണ് നമ്മൾ പോകുന്നത്. പാവം കാളകളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നുണ്ടോ. അതിന് പറ്റാത്ത വെയിറ്റ് ഒക്കെ എടുത്തിട്ട് നടത്തിക്കാട്ടോ.
സീന് എന്താല്ലേ ദ്രോഹങ്ങൾ ചെയ്യുന്ന. ഇപ്പോഴും വണ്ടികളൊക്കെ ഉണ്ടായിട്ട് ഇവർ കാളേനെ കൊണ്ട് എടുക്കുക. ഇവിടെ കണ്ടോ ഡ്രസ്സ് ഇട്ട ആടുകൾ പാവം തണുത്തിട്ട് ഡ്രസ്സ് ഇട്ട് കൊടുത്താ കേട്ടോ. ഇവിടെ ഇപ്പം തണുപ്പ് കാലമായതുകൊണ്ട് ഇങ്ങനെ ആടിനും പട്ടിക്കും ഒക്കെ ഇവർ ഡ്രസ്സ് ഇട്ട് കൊടുക്കും. ആ ഒരു കാഴ്ച കേട്ടോ നമ്മളിപ്പം കാണുന്നത്. ഒരു ഗ്രാമത്തിലാണ് ഇത്, ചെറിയൊരു ഗ്രാമമാണിതാ. ഇവിടെയൊക്കെ വീടുകളൊക്കെ കാണാൻ പറ്റും. ചെറിയൊരു ഗ്രാമത്തിലാട്ടോ ഈ ഒരു കാഴ്ച. ഇത് കണ്ടോ ഇങ്ങനെ കുറേ കരിമ്പ് വണ്ടികൾ ഇങ്ങനെ കൊണ്ടുവന്നുണ്ട് കേട്ടോ. കരിമ്പാട്ടോ ഇത് മൊത്തം. ഇവരുടെ ഫെസ്റ്റിവൽ ആയതുകൊണ്ട് തന്നെ ഈ കരിമ്പ് കുറേ യൂസ് ചെയ്യുന്നുണ്ട് ഇവിടുന്ന്. ഇപ്പോൾ സീസണാണ്. അപ്പോൾ നമ്മളവിടുന്ന് ചോദിച്ചപ്പോൾ നമുക്കൊരു കരിമ്പ് തന്നു. ആ വണ്ടിക്കാരാട്ടോ തന്നത്. പാവം പയ്യ പുള്ളി പോവുക കേട്ടോ. നമ്മളപ്പോൾ സൈക്കിൾ അവിടെ നിർത്തിയിട്ടാണുള്ളത്. അവിടെ നമ്മൾ കരിമ്പ് വാങ്ങി. കിട്ടി 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 ഫൈനലി കിട്ടി. നമ്മളങ്ങനെ ഇവിടുന്ന് കരിമ്പ് തിന്ന കേട്ടോ. അപ്പോൾ നോക്കിക്കേ കവറിൻ്റെ അകത്താണുള്ളത്. നമ്മളെ എള്ളുണ്ടൊക്കെ ഇല്ലേ ആ സാധനമാട്ടോ ഇത് മൊത്തം. ഇതായി പുള്ളിയാട്ടോ കൊണ്ട് തന്നത്. സെൽഫി എടുക്കാണ് നമ്മളോട്. ഇപ്പോൾ അവർക്ക് നമുക്ക് ആയേ രാം പട്ടേൽ ഇവിടുത്തെ ആളഞ്ഞാട്ടോ. ഇവിടുത്തെ ആളഞ്ഞാട്ടോ. ഇവിടെ ആജ് മാഗി എന്നാ ഇസ്ലിയെ മാഗി സംക്രാന്തി അതിനെ കൊണ്ടാട്ടോ നമുക്കിത് കൊണ്ടു തന്നെ. താങ്ക് യു സോ മച്ച് ചെയ്യാ. ഒരു പാർക്കാണ് ഇവിടെ ഉള്ളത്. നമ്മൾ പിന്നെ ഇതാ ഒരു കാട്ടിലേക്ക് കയറാൻ പോവാട്ടോ. ഇവിടെ ഫുള്ള് കാടാണ്. റോഡ് സൈഡിലൊക്കെ എല്ലാ ഭാഗത്തും കാട് തന്നെയാട്ടോ. ഒരു രക്ഷയില്ല. ഇത് കണ്ടോ ഒരു ടൗൺ എത്തി കേട്ടോ. റാണിഗഞ്ച് എന്നാണ് ഇതിൻ്റെ പേര്. നമ്മൾ ഇന്നലെ തന്നെ സ്ഥലമായിരുന്നു, ഇന്നാണ് എത്തിയത്. റാണിഗുണ്ട് എന്നാട്ടോ പേര്. റാണിഗുണ്ട് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഫോഗ് ഇതുവരെ മാറിയിട്ടില്ല. 1 മണിയാവാറായി. അപ്പോഴാണ് ഈ ഒരു കാഴ്ച. ചെറുതായിട്ട് വെയിൽ വന്നിട്ടൊന്ന് പോയി. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഗ്രാമങ്ങളാട്ടോ. ഉള്ളിലാണ് ഇവിടുത്തെ ഗ്രാമങ്ങളൊക്കെ ഉള്ളത്. സൈഡിലൊക്കെ ഉണ്ട്, എന്നാലും ഉള്ളിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. കോട കണ്ടോ നിങ്ങൾ? ഇങ്ങനെ കാണാൻ പറ്റും നമുക്ക് കോട. ഇത് കണ്ടോ കാലി റിവറാട്ടോ. മഴ പെയ്താൽ മാത്രമേ ഇവിടെയൊക്കെ റിവറിൽ വെള്ളം വരുള്ളൂ. ഇത് ചെറിയൊരു കുഗ്രാമം എന്ന് പറയാൻ പറ്റും. ഇതൊക്കെ ആൾക്കാർ താമസിക്കുന്ന വീടൊക്കെ ആട്ടോ ഇത്. ആൾക്കാരൊക്കെ താമസിക്കുന്ന വീടാണിത്. ഇവിടെയൊക്കെ തെരുവ് പോലെയൊക്കെ വീടൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. അതുപോലെ ഇതാ ഇപ്പോഴത്തെ ഭാഗത്താണെങ്കിൽ അത്യാവശ്യം വലുതൊക്കെ ഉണ്ട്. ഓട്ടോക്കാരൻ വെറുതെ ഹോൺ അടിച്ചിട്ട് വെറുപ്പിക്കുന്നുണ്ടോ. അത് വേറെ ടൈപ്പ്. അവരും നമ്മളെ പോലെ പോകുള്ളൂ. വെറുതെ ഹോൺ അടിച്ച് വെറുപ്പിക്കും. എൻ്റെ അടുത്ത ജംഗ്ഷനിൽ പോയി നിർത്തും. ഇവിടുന്ന് റൈറ്റിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോർഡറിൽ പോകാൻ പറ്റും കേട്ടോ. ഈ റൈറ്റിൽ കാണുന്ന വഴി ബീഹാർ ബോർഡറിലേക്കുള്ള വഴിയാണ്. ഈ ഒരു വഴി ഉണ്ടോ, ബീഹാർ ബോർഡറിലേക്ക് പോകുന്ന വഴിയാട്ടോ ഇത്. നമ്മൾ അങ്ങോട്ടേക്കല്ല പോകുന്നത്, നമ്മൾ നേരെ തന്നെയാണ് പോകുന്നത്. ഇനി 21 കിലോമീറ്റർ ഇവിടുന്ന്, 21 അല്ല 25 കിലോമീറ്റർ ഇവിടുന്ന് കാടാട്ടോ. ഫുൾ കാട്ടിക്കൂടിയാണ് ഇനി പോവുക. 25 കിലോമീറ്റർ കഴിഞ്ഞാലേ ഇനി കാട് കഴിഞ്ഞിട്ട് ഒരു ഗ്രാമമോ നഗരമോ അങ്ങനെയൊക്കെ എത്തുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇനി കാട്ടിക്കൂടി നമുക്ക് കുറേ നേരം സഞ്ചരിക്കാം. ഞങ്ങളിപ്പോൾ ഇതാ വീണ്ടും കാട്ടിക്കൂടി തന്നെ യാത്ര ആയിട്ടുണ്ട്. ചെറുതായിട്ട് വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ. 5 ദിവസം മുമ്പിൽ പറന്നു പോകുന്നുണ്ടോ കുരങ്ങന്മാരാട്ടോ സൈഡിൽ മൊത്തം. നോക്കിയ ഫുള്ള് കുരങ്ങന്മാരാണ്. ഞങ്ങളിനി 25 കിലോമീറ്റർ ഈ കാട്ടിക്കൂടി തന്നെ പോയാലേ വെളിച്ചം കാണുള്ളൂ ഇനി അടുത്തത്. ഞങ്ങൾ വന്ന് കാട്ടിന് നടുക്കൊരു വഴി എത്തിട്ടോ. ബാങ്കേ എന്ന് പറഞ്ഞുള്ളൊരു സ്ഥലത്തെത്തിയിട്ടുണ്ട് അല്ലേ. ചെറിയൊരു ബസ് സ്റ്റോപ്പ് മരത്തിനെ കൊണ്ടൊക്കെ ഉണ്ടാക്കിയേ. നല്ല രസമില്ലേ ബസ് സ്റ്റോപ്പൊക്കെ കാണാൻ. 5 ഇവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരിക്കുക കേട്ടോ. ഇത് നോക്കിയേ, ഈ ഒരു വഴിക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഗ്രാമത്തിലെത്താൻ പറ്റും കേട്ടോ. ഇവിടെ ഇങ്ങനെ കാട്ടിലൊക്കെ ഓരോ ഗ്രാമങ്ങളുണ്ട്. ഗ്രാമങ്ങളിലേക്ക് പോകാനുള്ള വഴികളാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുക. ഈ കാടില്ലേ, ഈ കാടിൻ്റെ ഉള്ളിൽ കൂടി പോവുകയാണെങ്കിലും നമുക്കിങ്ങനെയൊക്കെ വഴി കാണാൻ പറ്റും. ഇതൊക്കെ ഓരോ ഗ്രാമത്തിലേക്ക് പോകാനുള്ള വഴികളാണ്. അപ്പോൾ ഇതുപോയി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോർഡറിലേക്ക് എത്താൻ പറ്റും കേട്ടോ. ഇങ്ങോട്ടേക്ക് പോകുന്ന വഴി മൊത്തം നമ്മൾ എങ്ങനെ പോയാലും ബോർഡറിലേക്ക് എത്താൻ പറ്റും. 22 കിലോമീറ്റർ എങ്ങനെ ഉള്ളതെന്ന് തോന്നുന്നുണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഉണ്ടോ. ആ ബോർഡറിലേക്കുള്ള വഴിയാണ്. 22 കിലോമീറ്റർ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബീഹാർ ബോർഡറിൽ എത്താൻ പറ്റും. നമുക്ക് നേരായിട്ട് ഇനി പോകേണ്ടത് 18 കിലോമീറ്റർ ആയിട്ട് ഇനിയും പോകാനുണ്ട്. ബങ്കേ എന്നൊക്കെ പറഞ്ഞ എഴുതിയുണ്ടോ, ബങ്കേ ബ്രിഡ്ജ്, ബങ്കേ ഫോറസ്റ്റ് ആണെന്ന് തോന്നുന്നുണ്ട് ഇത്. അന്നേരം അതാണ് അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടാവുക. ഇതിൻ്റെ 2 സൈഡിലും നമുക്ക് വെള്ളമില്ലാത്ത പുഴ കാണാൻ പറ്റും, നദി കാണാൻ പറ്റും. ഇങ്ങനെ കിടക്കാട്ടോ കാലിയായിട്ട്. മഴക്കാലത്തേക്ക് നല്ലോണം വെള്ളം വരിക. ഇവിടെ കണ്ടോ ബസ് സ്റ്റോപ്പൊക്കെ. ശരിക്കും ഈ ബസ് സ്റ്റോപ്പൊക്കെ വെച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഗ്രാമങ്ങളുണ്ട് കേട്ടോ. ഈ ഒരു വഴിയൊക്കെ കണ്ടോ, ഈ ഒരു വഴിക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്രാമങ്ങളിലൊക്കെ എത്തിപ്പെടാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെയൊക്കെ ബസ് സ്റ്റോപ്പ് വെച്ചിരിക്കുന്നത്. 5 പോകാൻ നോക്കിക്കുക കാട്ടിലേക്ക്.
കാട്ടിനുള്ളിലേക്ക് നീങ്ങി പോവാട്ടോ. കൊടും കാടായി. ഇനി 11 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിറ്റി എത്തുള്ളൂ. പിന്നെ കാടൊക്കെ വളരെ കുറവാട്ടോ. ഒരു കരിമ്പിൻ്റെ വണ്ടിയാട്ടോ അങ്ങ് ദൂരത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് അത്യാവശ്യം വണ്ടി കുറവാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ മറ്റേ സംക്രാന്തി ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ വീട്ടിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് പുറത്തുനിന്ന് ഇറങ്ങാത്തതിനെ കൊണ്ട് വണ്ടി വളരെ കുറവാട്ടോ. കൊടുങ്കാട് പോലത്തെ സ്ഥലത്ത് കൂടിയായി പിന്നെയും. ഇത് കഴിയുന്നില്ല കേട്ടോ. ഇനി 10 കിലോമീറ്റർ കൂടി ഉണ്ട് ഇത് കഴിയാനായിട്ട്. 5 ഇതാ കേൾക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ദൃശ്യം കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം വലുതാണ് ഈ കാട് എന്നുള്ളത്. ഫുൾ കാടാട്ടോ. വണ്ടിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. കാട്ടിൻ്റെ നടുക്കുള്ള ഒരു സ്ഥലമാട്ടോ ഇത്. എന്തായാലും തൂട്ടേശ്വർ എന്നാട്ടോ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. ഹനുമാനത് ഹനുമാൻ്റെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. എനിക്ക് സൂര്യൻ്റെ വെളിച്ചമൊക്കെ വന്നു കേട്ടോ. ഇവിടെയുള്ള കടകളാണിത്. ഈ കാണുന്നൊക്കെ ഇവിടുത്തെ കടകളാട്ടോ. ചെറിയ ചെറിയ കടകളൊക്കെ. ഇത് അവരെ ഗ്രാമത്തിലേക്ക് പോകുന്ന വഴിയാണ്. ഇത് ഗ്രാമത്തിലോട്ടുള്ള വഴിയാ. ഓ അമ്പലത്തിലേക്കുള്ള വഴിയാണല്ലോ. അതാണെന്ന് തോന്നുന്നു. റോഡ് നല്ല റോഡാന്ന് തോന്നുന്നുണ്ട്. നോക്കിയേ അടിപൊളി റോഡ്. കാട്ടിന് നടുക്കാട്ടോ. ഇവിടുന്ന് 10 കിലോമീറ്ററും കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബർദി പാസ് എത്തും. 5 ഇങ്ങനെ വിഷമിച്ചിരിക്കുക ഇനി അങ്ങനെ എത്തുന്നുള്ള രീതിയിൽ. ഈ കാണുന്നത് ഫുള്ള് യുക്കാലിപ്സിന്റെ മരങ്ങളാട്ടോ. നോക്കിക്കേ, നമ്മൾ കാട് വിട്ട് നാട്ടിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഫുള്ള് യുക്കാലിപ്സിന്റെ മരങ്ങളാണ്. ഇപ്പൊ സൂര്യനൊക്കെ ഏകദേശം വന്നിട്ടുണ്ട്. പക്ഷെ തണുപ്പ് തന്നെ ആട്ടോ, ഒരു രക്ഷയില്ല. തണുത്ത് വിറച്ചുകൊണ്ടിരിക്കുകയാണ്. സൈക്കിൾ ചവിട്ടിയിട്ട് തണുപ്പാണ്. ചൂടെടുത്തിട്ട് സെറ്റർ ഊരിയപ്പോൾ പിന്നെയും തണുത്ത്. എന്ത് രസമല്ലേ കാണാനായിട്ട്. ഇതാ അങ്ങോട്ടേക്ക് വലിയ വലിയ സിറ്റി ആട്ടോ. 2-4 കിലോമീറ്ററിൻ്റെ അടുത്ത് സിറ്റി ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഇനി ഗ്രാമങ്ങളൊക്കെ എത്തുന്നതാണ് തോന്നുന്നത്. അങ്ങനെയാണ് ആൾക്കാർ പറഞ്ഞത്. നോക്കാം. നമ്മൾ ഫൈനലി കാട്ടിക്കൂടിയൊക്കെ സഞ്ചരിച്ച് ബർദി പാസ് എത്തി. ബർദി പാസ് എന്നാട്ടോ ഈ ജില്ലയുടെ പേരും. വലിയൊരു സ്ഥലമാണ്. നിങ്ങൾക്ക് ബസ്സൊക്കെ നിർത്തിയിട്ടിരിക്കുക കേട്ടോ. ഇവിടെയൊക്കെ വലിയ സ്ഥലമാണ്, വലിയൊരു സിറ്റിയാണ്. ബിൽഡിങ്ങൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണിത്. ഇവിടെ കണ്ടോ വലിയ ബിൽഡിങ്ങൊക്കെ. നമ്മളങ്ങനെ ടൗണിലെത്തി കേട്ടോ. സിറ്റിയാണ്. ബർദി പാസ് എന്ന് പറഞ്ഞൊരു ഡിസ്ട്രിക്റ്റാണ്. അതിൻ്റെ അകത്തുള്ള ഒരു സ്ഥലമാണിത്. ഫുള്ള് വണ്ടികളൊക്കെയാണ് കേട്ടോ റോഡിൽ. ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അങ്ങോട്ടേക്കൊന്നും പോകുന്നില്ല. കാരണം വൈകിട്ടായി. നമുക്ക് സ്റ്റേ എന്തെങ്കിലും നോക്കണം. ഇവിടെ നിന്നാൽ ഒന്നും നടക്കില്ല. അപ്പോൾ വേഗത്തിൽ നമ്മൾ എന്തെങ്കിലും ഗ്രാമം നോക്കിയുള്ള സഞ്ചരിക്കുക കേട്ടോ. അങ്ങോട്ടേക്ക് ഗ്രാമത്തിൽ നിന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. 5 കണ്ടോ സൈക്കിൾ അവിടുന്ന്. വലിയ റോഡൊക്കെയാണ്. ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ട്. എല്ലാ സാധനവും ഇവിടെ അവൈലബിളാണ്. പക്ഷെ നമുക്ക് ഇവിടുന്ന് പോയേ പറ്റുള്ളൂ. വലിയ ഹോസ്പിറ്റലൊക്കെ ഉണ്ട് കേട്ടോ. ലാൽഗഡ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ ഇതാ കൃഷിപ്പാടവും ഗ്രാമവും ഒക്കെ കാണാൻ പറ്റും നമുക്ക്. അങ്ങൊക്കെ ഫുള്ള് ഗ്രാമത്തിലുള്ള വീടുകളാട്ടോ. അങ്ങൊക്കെ കാണാൻ പറ്റും. ഫോഗ് മൂടിക്കിടക്കുക. 4:30 എന്നിട്ട് ഫോഗ് ഇതുവരെ പോയിട്ടില്ല കേട്ടോ. രാവിലെ വന്ന ഫോഗ് തന്നെയാണ്. എനിക്ക് എന്ത് മനോഹരമായിട്ടുള്ള ഗ്രാമമാണ്. പക്ഷെ ഇവിടെ ഇതാ വണ്ടികളൊക്കെ ഇപ്പം കൂടി തുടങ്ങിയിട്ടുണ്ട് ആദ്യത്തിനെക്കാട്ടി. ആദ്യമൊക്കെ കുറച്ച് വണ്ടികളായിരുന്നുള്ളൂ. ഇപ്പം നല്ലോണം വണ്ടികൾ വരുന്നുണ്ട്. ഇവിടെയൊക്കെ കണ്ടോ കടകളൊക്കെ ആയിട്ട് ചെറിയ പിള്ളേരൊക്കെ ഓടിക്കളിക്കുക കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ ഏതോ ഒരു സ്ഥലത്ത് എത്തി കേട്ടോ. അപ്പോൾ നമ്മൾ ടെൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് വന്നില്ലേ. ഇവിടെ വന്ന് ചോദിച്ചാണ്. പക്ഷേ ഇവിടെ ആരും ചോദിക്കാനൊന്നുമില്ല. ഈ പുള്ളിയാട്ടോ ഇവിടെ ഉള്ളത്. आपका नाम क्या है? സൊംബാദൂർ. ഇങ്ങനെ ഒരു ദാദയായിട്ടുള്ളത്. ഇവിടെ ഒറ്റക്കാണ് പുള്ളി. അപ്പോൾ നമുക്ക് നേപ്പാളീസ് അറിയില്ലായിരുന്നു. പുള്ളിനോട് ഹിന്ദിയിൽ പറഞ്ഞ് മനസ്സിലാക്കി. आपका नाम क्या है? സുസാൻ. ഇവിടെ തന്നെ ഉള്ളതാട്ടോ. അപ്പോൾ ഇതറിയാനാ പുള്ളിക്ക് ഹിന്ദി അറിയായിരുന്നു. അപ്പോൾ ഹിന്ദിയിൽ ഞാൻ പറഞ്ഞപ്പോൾ പുള്ളിനോട് നേപ്പാളിൽ പറഞ്ഞ് താങ്ക് യു ഇവിടെ കേട്ടോ നമ്മൾ ചോദിച്ച് നിന്നതിന്ന് അവിടെ ഒരു സ്ഥലത്ത് ഉള്ളിലോട്ട് ടെൻ്റ് അടിച്ചാണ്. ഇവിടെ നോക്കിക്കുക കോടയുണ്ട്. ഇതുവരെ പോയിട്ടില്ല. വൈകുന്നേരം 4:30 കഴിഞ്ഞ് 5 മണിയാവാറായി. അയ്യോ, ഇവിടെ എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങിച്ചിട്ട് വേണം പോകാനായിട്ട്, ഫുഡൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ ഏതെങ്കിലും ഒരു കടയിലൊക്കെ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോവാമേ. രാവിലെ കേട്ടോ. രാവിലെ തന്നെ എണീച്ചിട്ട് ഫ്രഷായി. പക്ഷേ 10:30 ആയിട്ടുണ്ട്. ഇവിടെ കേട്ടോ നമ്മൾ ഇന്നലെ നിന്നത്. ഇതിൻ്റെ ഉള്ളിൽ 5 നിൽക്കുന്നുണ്ടോ. തണുത്ത് മരവിച്ചിട്ട് ദയ്യ അപ്പൂപ്പനാട്ടോ നമ്മളെ ഹെൽപ്പ് ചെയ്തത്. ഈ ഒരു മഡ് ഹൗസിൻ്റെ ഉള്ളിലാണ് നമ്മൾ ടെൻ്റ് അടിച്ചത്. ടെൻ്റ് ഉണ്ടോ. ഇന്നലെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് അങ്ങനെയാണ് ഇവിടെ നിന്നത്. ഇതുണ്ടോ ഇതെങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മുള ഇങ്ങനെ വെച്ചിട്ട് മുളേൻ്റെ മോള് മഡിട്ടതാട്ടോ ഈ ഒരു വീട് എന്ന് പറയുന്നത്. അത് കണ്ടാൽ മനസ്സിലാവും പൊളിഞ്ഞു പോകാറായത്. അപ്പോൾ നമുക്കിനി പാക്ക് ചെയ്തിട്ട് വേഗം പോവാം. ഈ അപ്പൂപ്പനാട്ടോ നമ്മളെ സംബന്ധിച്ച്. താങ്ക് യു സോ മച്ച്. അപ്പൂപ്പനുള്ളതിനെ കൊണ്ടല്ലേ നമ്മൾ നിന്നത്. നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാട്ടോ. പാവ അപ്പൂപ്പൻ ഒറ്റക്കാളുള്ളൂ. കൂടെയുള്ള ആൾ കാഠ്മണ്ഡു പോയിരിക്കുകയാണ്. ബായ്. ഇതിൻ്റെ ഉള്ളിലുള്ള ഗോംബേൻ്റെ ഉള്ളിലുള്ളതാട്ടോ ഇത്. ബുദ്ധൻ്റെ ഒരു ഇതിൻ്റെ സ്റ്റാറ്റ്യൂ ഉണ്ട്. ഇതെന്തിനെ സൂചിപ്പിക്കുന്നു എന്ന്
എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. ഇതാണ് ഇവിടെ ഉള്ളത്. അതുപോലെ ചെറിയ ഇവിടെയൊക്കെ കാണാൻ പറ്റും ഒന്നായിട്ട്. അതുപോലെ ഇത് വേറെ എന്തോ സാധനം കേട്ടോ, എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ പുള്ളി ഒന്ന് പറഞ്ഞപ്പോൾ ഒന്ന് കയറി നോക്കിയതാണ്. ഇത് ബുദ്ധൻ്റെ ബേക്കിൽ മറ്റേ കണ്ടോ റൗണ്ടിൽ, അതിനെ സൂചിപ്പിക്കുന്നത്. ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഇതിൽ കൊട്ടി കേട്ടോ അറിയിക്കുന്നത്. ആ ഒരു സാധനമാണിത്, ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. നമ്മളിവിടെ വന്നപ്പോൾ കണ്ടതാട്ടോ. ഇവിടെ എന്തൊക്കെയാണ് നോക്കിക്കേ, ഉള്ളിവട. ബ്ലോഗ് ബി വാണ്ടറിങ് നോമാഡ്. ഓക്കെ, താങ്ക് യു. ഇത് മറ്റേ നമ്മുടെ നാട്ടിലത്തെ എന്തിൻ്റെ പേര് സാധനമാണ്, വേറെ ടൈപ്പാട്ടോ. ഇതുപോലെ ഉള്ളിവട ഉണ്ട്, സമൂസ ഉണ്ട്, പിന്നെ ഇത് വേറൊരു ടൈപ്പ് സാധനമാട്ടോ, എന്താണെന്നറിയില്ല. ഇത് മധുരമുള്ളതാണ്, ഖജൂറ പോലത്തെ ഒരു സാധനമാണ്. ഇത് ലഡു, ഇതെന്താ സാധനം എന്നറിയില്ല. സമൂസ പഫ്സിൻ്റെ ഒരു ടൈപ്പ് സാധനം, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നറിയില്ല, ആലുമായിരിക്കും. ഇതും അതുപോലെ വേറൊരു സാധനം, പിന്നെ ജിലേബി. ഇതൊക്കെ ആട്ടോ ഈ ഒരു കടയിലുള്ളത്. എന്ത് രസമല്ലേ കാണാനായിട്ട്. ഇത് മൽപ്പുവ എന്ന് പറഞ്ഞ സാധനം കേട്ടോ, നല്ല മധുരമുള്ളൊരു സാധനമാണ്. ഇതൊക്കെ പിള്ളേരൊക്കെ വന്ന് കളിക്കുന്ന ഒരാൾ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മളെ നാട്ടില് അരിപ്പത്തിരിയില്ലേ, അതുപോലത്തെ അരി വെച്ചിട്ടുള്ള പൂരിയാണ്. ഇതിൻ്റെ ഉള്ളിൽ വേറെന്തോ ഇട്ടിട്ടുണ്ട്, മസാല പോലെ, ആലുവാന്ന് തോന്നുന്നുണ്ട്. ഒരു മസാലയുണ്ട്, ഇത് 5 തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാള വന്നിട്ട് നമ്മളെ സൈക്കിൾ ഇടിച്ചിടാൻ നോക്കി കേട്ടോ. എൻ്റെ ഇപ്പടെ വന്നിട്ട് എന്തോ വേസ്റ്റൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിള്ളേർ കണ്ടോ നമ്മളെ സൈക്കിളിൻ്റെ യൂട്യൂബിൻ്റെ പേരൊക്കെ നോക്കാൻ വേണ്ടി ചെന്ന കേട്ടോ. നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, ഗിയർ മാറ്റുമോയെന്ന് അറിയില്ല, കുറേ നേരമായി നോക്കുന്നുണ്ട്. അവിടെ നിന്ന് നോക്കുക കേട്ടോ, ഇതാ 2 പിള്ളേരാണ്. സ്ലോ റേസിങ് ആട്ടോ, സ്ലോലി കാണിക്കുക, മുമ്പ് വന്നിക്കുക, ഇതൊക്കെയാണ് പിള്ളേരെ എൻ്റർടൈൻമെൻറ്റ്. കഴിച്ചൊക്കെ കഴിഞ്ഞതാ വേറൊരു സിറ്റി പോലത്തെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഇതാ മാർക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എന്താ നമ്മളന്ന് കണ്ട പോലത്തെ ഒരു മാർക്കറ്റാണെന്ന് തോന്നുന്നുണ്ട്, പക്ഷേ അത്രയ്ക്കും വലുതല്ല. വണ്ടിക്കാരൊക്കെ നോക്കാണ്ടെടുക്കുക വേഗിലൊന്നും. നമ്മളെ ക്യാമറയും പിടിച്ചിട്ടാണത്, വേറൊരു കാര്യം. ഇവിടുന്ന് ലെഫ്റ്റിലോട്ടൊരു കട്ടുണ്ട്, ആ കട്ട് കയറിയിട്ടുണ്ടെങ്കിലാണ് നമുക്ക് പോകാൻ പറ്റുക. നേരെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ ജനക്പൂർ എന്ന് പറഞ്ഞ ഇന്ത്യൻ്റെ വേറൊരു ബോർഡറിൻ്റെ അടുത്തേക്കാണ് എത്തുക. ഇവിടെയൊക്കെ കണ്ടോ ചെറിയ മാർക്കറ്റ് പോലെ ഓരോ സാധനങ്ങൾ സെയിൽ ചെയ്യുന്നത്. അതുപോലെ ഇതാ അവിടെ ഇരിക്കുന്ന സാധനം കേട്ടോ, നമ്മളെ കസേര പോലത്തെ ഇരിക്കുന്ന ഒരു ടൈപ്പ് സാധനമാണ് അവിടെ മൊത്തം സെയിൽ ചെയ്യാൻ ചെയ്യുന്നത്. മെയിൻ ഹൈവേ ആണ്. ഇവിടുന്ന് നേരെ പോയിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ജനക്പൂർ എത്തുക. ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ കാക്കിർപിട്ട സിലിഗുരി ഭാഗത്തേക്കുള്ള വെസ്റ്റ് ബംഗാൾ ബോർഡറിൻ്റെ അടുത്തേക്ക് പോകുന്ന വഴിയാണ്. ഇതാണ് മെയിൻ റോഡ് എന്ന് പറയുന്നത്. ഇതാട്ടോ ഇത് ഇരിക്കുന്ന സാധനം കസേര പോലത്തെ ഒരു സാധനമാണ്. സ്റ്റൂളൊക്കെ ഇല്ല, സ്റ്റൂളൊക്കെ പോലത്തെ ഒരു സാധനമാണ്. ഇത് കണ്ടോ, ഇങ്ങനെ കുറേ ഇവിടെ നമ്മൾ എല്ലാ സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾ കാണാൻ പറ്റും. ഇപ്പോൾ ഇതാ ഞങ്ങൾ ഇതുപോലത്തെ വൈക്കൂടാട്ടോ പോകുന്നത്. കാടല്ല, പക്ഷെ കാട് പോലെയാണ്. അവിടെയൊക്കെ എന്താ പറയുക, ബിൽഡിങ്ങുകൾ എല്ലാം ഉള്ളൊരു ഏരിയയാണ്. ഇത് കണ്ടോ, ഒരു കടയും അവരെ വീടും കൂടിയിട്ടാണോ ഇത്. അങ്ങനെ കുറേ കാണാൻ പറ്റും. അത് അതിൻ്റെ ബേക്കിലൊക്കെ ഉണ്ട്. ഇതുപോലൊക്കെ കുറേ സ്ഥലത്ത് കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു വഴിക്കൂട്ടാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാമങ്ങളായിട്ടൊന്നും കാണുന്നില്ല. ഒരു ടൗണ് പോലെ എത്തിയിട്ടുണ്ട് കേട്ടോ. നേരത്തെ കാട് പോലത്തെ സ്ഥലമൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം ചെറിയൊരു ടൗണ് പോലത്തെ ഒരു ഏരിയ എത്തിയിട്ടുണ്ട്. ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ ടിക്കറ്റ് എടുത്തിട്ടാട്ടോ ബസ്സിന് പോവാ. ഇവിടെ നിന്ന് ഇങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് ബുക്ക് ചെയ്തിട്ട് അയ്യ ബസ്സിൽ സീറ്റായിട്ട് ഉറപ്പിച്ചിട്ടാട്ടെ ഇവർ പോകുള്ളൂ. നിന്നൊന്നും പോകുന്നതൊന്നും കണ്ടിട്ടില്ല അധികം. അതൊക്കെ കാണാം ചെറിയ കടകളൊക്കെ. പിള്ളേർ ആടിനെയും കൊണ്ട് പോകുന്നുണ്ടോ, ചെറിയ ചോട്ട പിള്ളേർ. വണ്ടിയൊക്കെ നോക്കിയാൽ സൈക്കിളാട്ടത്. പിന്നെ നമ്മളെ ഒരു നഗരം വിട്ട് ടൗണ് വിട്ടിട്ട് പിന്നെയും ഉള്ളിലോട്ട് പോകുന്നുണ്ട്. നേരത്തെ വന്ന വഴി പോലെ തന്നെ ഫുള്ള് മറ്റേ യൂക്കാലിപ്സിൻ്റെ മരത്തിൻ്റെ ഇടയിൽ കൂടെയുള്ള റോഡാട്ടോ. 2 ദിവസത്തെ ഞങ്ങളെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ നല്ല അടിപൊളിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്നാലും ഇനി പുതിയ സ്ഥലത്തേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെയുള്ള കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത നല്ല നല്ല കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.